ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 8-8 പോർട്ടൽ എനർജി ആണ് നോക്കാൻ പോകുന്നത്. കൂടാതെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും 8-8 പോർട്ടൽ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. ലയൺസ് ഗേറ്റ് പോർട്ടലാണ്. ഓഗസ്റ്റ് 8-ാം തീയതി, അതായത് 8ാമത്തെ മാസം 8ാമത്തെ ദിവസം അന്നാണ് 8-8 പോർട്ടൽ എനർജി ഓപ്പൺ ആവുന്നത്. മാനിഫെസ്റ്റേഷൻസിന് ഏറ്റവും പറ്റുന്ന ഒരു സമയമാണ്. പ്രകൃതിയും മനുഷ്യനും ഇങ്ങനെ തന്നെ തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എപ്പോഴും മാനിഫെസ്റ്റേഷൻസ് പോസിബിൾ ആണ്. എന്നാലും മാനിഫെസ്റ്റേഷൻസിന് കുറച്ചുകൂടെ പവർ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ചെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങളുടെ എനർജി എങ്ങനെ ചേഞ്ച് ചെയ്യണം, മാനിഫെസ്റ്റേഷൻസ് പ്രോപ്പർ ആക്കാൻ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, കളക്റ്റീവ് എനർജി ചെക്ക് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 7 ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് വിതയ്ക്കുന്നത് കുയ്യും എന്നുള്ള ഒരു എനർജി തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇഫ് യു പുട്ട് ഹാർഡ് വർക്ക് നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പേജ് ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് വളരെയധികം ഫോക്കസ് ആവശ്യമാണ് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ്, ഇൻസ്പിറേഷണൽ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. പേജ് ഓഫ് ഇമോഷൻസ്, പുതിയ റിലേഷൻഷിപ്പുകളുടെ ഒരു തുടക്കം, അതല്ലെങ്കിൽ പുതിയ ഇമോഷൻസിന്റെ തുടക്കം. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീല് ചെയ്യപ്പെടുന്ന ഒരു എനർജി, ഒരു യങ് ആൻഡ് ഫ്രഷ് ആൻഡ് വൈബ്രന്റ് എനർജി. വെരി ഗുഡ്. ഓക്കെ, ദ ചാരിയറ്റ് 7 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മനോബലം കൊണ്ട് നിങ്ങളുടെ രഥം നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്താം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രഥം, വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ രഥം നിങ്ങൾക്ക് നിങ്ങളുടെ വരുതിയിൽ വരുത്താം എന്നുള്ളതാണ്. വാവ്, എംപ്രസ്. നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. കറണ്ട് എനർജിയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാച്ചുറൽ ബർത്ത് റൈറ്റ് ആണ്. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അബണ്ടൻസിന് ഒരു തരത്തിൽ പോലും നിങ്ങൾക്കൊരു ലിമിറ്റ് ഇല്ല. അത്രയും ലിമിറ്റ്ലെസ്, സ്കൈ പോലും നിങ്ങളുടെ ഒരു ലിമിറ്റ് അല്ല. അത്രയും ഉണ്ട് നിങ്ങൾക്ക് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ. അത് യൂസ് ചെയ്യുക. ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹൃദയം കൊടുത്ത് തന്നെ ചെയ്യുക. ഈ ആർക്കോ വേണ്ടി എന്തോ ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ മനസ്സർപ്പിച്ച് എന്ത് കാര്യവും ചെയ്യുക. അത് നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ പവർ വളരെയധികം ഉണ്ട്. വാവ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു സ്ട്രെങ്ത്, അതിനെക്കുറിച്ച്. ഈ ഒരു ലേഡിയുടെ ഒരു പേഷ്യൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതായത് ഒരു ആയുധങ്ങളും ഇല്ലാതെ ഇത്രയും ബലമുള്ള ഈ സിംഹത്തിനെ മെരുക്കിയെടുത്തിട്ടുള്ള ഈ ലേഡി സ്മാർട്ട് ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറയൂ. ആ സ്മാർട്ട്നെസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്യുന്നത് ആയുധം കൊണ്ടായിരിക്കണമെന്നില്ല, നമ്മളുടെ മനോബലം കൊണ്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഈ ഡിവൈൻ ഫെമിനൈൻ നേച്ചർ ആണ്. ഇത് നിങ്ങളുടെ മനസ്സിന് ബലം തരും എന്നുള്ളതാണ്. ആൻഡ് ഇൻഫിനിറ്റ് സ്ട്രെങ്ത് ആണ്. ഈ ഇൻഫിനിറ്റിയുടെ ലൂപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾസോ ദിസ് ഇസ് ലൈക്ക് 8. ഈ ഒരു 2024 എന്ന് പറയുന്നത് തന്നെ 8 ആണ് നമ്പർ വരുന്നത്. അതായത് സാറ്റേണിന്റെ ഒരു ഹോൾ, അതിൽ തന്നെ 8th മന്ത് എന്ന് പറയുമ്പോൾ, അതിൽ 8th ഡേ എന്ന് പറയുമ്പോൾ, ഈ 8 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത തന്നെ ഇതുകൊണ്ടാണ്. നമ്മളൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് 3 എഴുതി. ആ 3 എഴുതി കഴിഞ്ഞാൽ ഈ സൈഡ് വഴി അതിന്റെ എനർജി പുറത്തു പോവാണ്. അതേസമയം അവിടെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് 8 ആയി. കോൺസെൻട്രേറ്റഡ് ലൂപ്പ് ഓഫ് എനർജിയാണ്. സോ ഇതിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പുറത്തു പോകുന്നില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പവർഫുൾ ആണെന്ന് പറയുന്നത്. 8 പോർട്ടൽ, 8 എന്ന് പറയുന്ന ദിവസവും 8 എന്ന് പറയുന്ന നമ്പറും ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ എന്ത് കാര്യവും ഒരു ലൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് പുറത്തേക്ക് ഡ്രെയിൻഡ് ആവുന്നില്ല. നിങ്ങൾ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാലും പുറത്തു വരാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് പറയാം. ആൻഡ് ഇവിടെ നമുക്ക് ബോട്ടം എനർജി വന്നിരിക്കുന്നത് 3 ഓഫ് ഇൻസ്പിറേഷൻ. ഇതൊരു വെയിറ്റിങ്ങിന്റെ ഒരു എനർജിയാണ്, ഫയർ എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് പെട്ടെന്ന് തന്നെ ഓവർ ആകും. നിങ്ങൾക്കിവിടെ ഡോഴ്സ് ഓപ്പൺ ആക്കാനായിട്ട് അവൈലബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അതിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനോബലം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻസ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. ഈ ഒരു പേപ്പറിലാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ഏത് കാര്യവും ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് ആഗ്രഹം എന്ത് കാര്യമാണോ ആ കാര്യത്തിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ആൻഡ് ഈ പ്രോസസ്സിനെ പരിപൂർണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എന്ത് കാര്യമാണ് പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, ഇത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണ് എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ആ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം ജോബ് ആണ് എങ്കിൽ നിങ്ങൾ എഴുതുക ഡ്രീം ജോബ്. എന്നിട്ട് ഇതിനെ 3 സർക്കിളിന്റെ ഉള്ളിൽ ആക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഈ ഒരു ഡ്രീം ജോബിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വെരി സൂൺ വരുന്നതാണ്. ഇനി ഇതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് ഫേമിൽ, ഏത് പൊസിഷനിൽ, എത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഈ സർക്കിൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 8 പോർട്ടലിന് സ്പെസിഫിക് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫിനിറ്റി സിമ്പൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതായത് 8 തന്നെയാണ്, അത് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം എഴുതുക. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് ഇവിടെ ലഭിക്കേണ്ടത്? ജോബിൽ അപ്ഗ്രഡേഷൻ വേണം. ഓക്കെ, നിങ്ങൾക്കിത് എഴുതാം. ആൻഡ് ഇവിടെ താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങൾ വിശ്വസിച്ച് ഇത് ചെയ്യുക. ആൻഡ് ഇതിന് കുറച്ചുകൂടെ പവർ കൊടുക്കാനായിട്ട് യു ക്യാൻ പുട്ട് ദിസ് ഇൻ എ ലൂപ്പ് വൺസ് അഗെയിൻ. എനർജി കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ഒരു ഇൻഫിനിറ്റി മാത്രമായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എഴുതുക. അത് എഴുതുന്നതിന് മുമ്പായിട്ട് സോൾട്ട് വാട്ടർ ബാത്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്താം. അതല്ലെങ്കിൽ ക്യാൻഡിൽ നിങ്ങൾക്ക് ബേൺ ചെയ്യാം. ക്യാൻഡിൽ കത്തിച്ച് വെക്കാം, മെഴുകുതിരി കത്തിച്ച് വെക്കാം. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ കളർ പേപ്പറിൽ ഇത് എഴുതിയതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്ത് 3 ഫോൾഡായിട്ട് മടക്കുക. 3 തവണയായിട്ട് ഇത് മടക്കിയിട്ട് ഇത് നിങ്ങളുടെ ബെഡിനടിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സീക്രട്ട് ബുക്സ്, അതായത് നിങ്ങളുടെ ബൈബിൾ അല്ലെങ്കിൽ ഭാഗവതം, അത് ഖുറാൻ, അങ്ങനെയുള്ള ഏത് ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അതിനുശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റിന് ശേഷം ഓപ്പൺ ചെയ്യുക.
ഓഗസ്റ്റ് ലാസ്റ്റ് ദിവസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് ബേൺ ചെയ്യുക. അതിൻ്റെ ആഷസ് നിങ്ങൾക്ക് പ്രകൃതിയിലേക്ക്, വായുവിലേക്ക് നിങ്ങൾക്ക് പറത്തി വിടാവുന്നതാണ്. ഓക്കെ. സോ ഇത് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ശക്തമാണോ, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടോ, അത്രയും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. വാതിലുകൾ നിങ്ങൾക്ക് തുറന്ന് വരുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ എത്രത്തോളം തീവ്രമായിട്ട് അതിനെ ആഗ്രഹിക്കുന്നു, അത് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരും എന്നുള്ളതാണ്. ഓക്കെ. സോ യെസ്, ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു ഷോർട്ട് റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.